നമുക്ക് സേതുവിന്റെ പല്ലുവേടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഒടുവില് സേതു ശ്രീകാന്തിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ്. രഘുവരനെ സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നത്. കാരണം താൻ പറഞ്ഞിട്ടുണ്ട് തന്റെ മകൻ കേൾക്കുന്ന ഒരു ചിന്തയൊക്കെയായിരുന്നു. പക്ഷേങ്കില് ശ്രീകാന്തിന് മയൂരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അതിനാണെങ്കിലോ രഘുവരൻ സമ്മതിച്ചതുമില്ല. രഘുവരന്റെ സുഭദ്രയുടെ പിന്നെ തന്റെ അമ്മാവനെയൊക്കെ ധിക്കരിച്ച് ഒടുവില് ശ്രീകാന്ത് സേതുമാധവനോടൊപ്പം ഇറങ്ങി തിരിച്ചു. അങ്ങനെ അവര് മേലെടുത്ത് വീട്ടിലേക്കാണ് ചെല്ലുന്നത്. മേലെടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാലും ലക്ഷ്മിയമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവരോട് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ എത്രയും പെട്ടെന്ന് തന്നെ മയൂരിയുടെ പിന്നെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. അല്ല ഇനിയിപ്പോ വേറെ ഒന്നും നോക്കാനില്ലമ്മേ, ശ്രീകാന്തിന് സമ്മതമാണ്. ഇനിയിപ്പോ ആ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി നമുക്ക് വിവാഹം നടത്താൻ പറ്റില്ല. അത് കേട്ടതും വേണുഗോപാൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോ, ചെറിയ തോതിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മയൂരിയുടെ ശ്രീകാന്തിന്റെ വിവാഹം അതിഗംഭീരമായിട്ട് തന്നെ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. ചെറിയ തോതിൽ തന്നെയാണ് നടത്തുന്നത്. അതിനുശേഷം അവിടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നൊക്കെ ഉണ്ട്. എല്ലാത്തിനും സാക്ഷിയായിട്ട് സേതു പല്ലവിയൊക്കെ ഉണ്ടായിരുന്നു. മയൂരിക്കും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് അങ്ങനെ മയൂരി ശ്രീകാന്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അത് രഘുവരനേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു. അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ കരുതിയത് താൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സേതു പിൻവാങ്ങും, തന്റെ മകനെ ഒരിക്കലും തനിക്ക് നഷ്ടപ്പെടില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ അയാൾക്ക് ഏറ്റവും വലിയൊരു അടിയായിരുന്നു അത്. അയാളുടെ മനസ്സിൽ കുറച്ച് കണക്കുകൂട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേണുഗോപാലിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ അതൊന്നും നടന്നതുമില്ല. ഈ സമയത്ത് പല്ലവി മേലെടുത്ത് വീട്ടിലേക്കൊക്കെ പോയപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം പല്ലവിക്ക് കുഞ്ഞിനെ വീട്ടിൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഋതു തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പൊ പിന്നെ പോകുമ്പോൾ കൊണ്ടുപോയില്ലേ പറ്റുള്ളൂ. അപ്പൊ പല്ലവി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കുഞ്ഞിനെ കൊണ്ടുപോവാണ്. ഈ സമയത്ത് കുഞ്ഞിനെ കാണാതെ ഇന്ദന് ഭയങ്കര ടെൻഷനായി. കാരണം എന്തോ ഇന്ധനം പഴയതുപോലെ അല്ല. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ദന് ഇപ്പൊ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സേതുവും പല്ലവിയും കൂടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇന്ദൻ ഓടി ഇറങ്ങി ചെന്ന് പല്ലവിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങുന്നുണ്ട്. ഭയങ്കര സ്നേഹമായിരുന്നു ഇന്ദ്രന്. ഇന്ദ്രൻ പിന്നീട് കുഞ്ഞിനെ കോരെടുത്ത് കുറെ ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്, കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ പൂർണ്ണമിക്ക് വരെ കണ്ണു നിറഞ്ഞു പോയി. പൂർണ്ണമിക്ക് മനസ്സിലായി അത് അഭിനയമല്ല, ശരിക്കുള്ള സ്നേഹമാണ് കുഞ്ഞിനോടുള്ള. കുഞ്ഞ് ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുന്ന കാണുമ്പോൾ ഇന്ദ്രന് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഋതു. ഋതുവിന് കുഞ്ഞിനോട് ഒരു സ്നേഹവും ഇല്ല. കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ കട്ടക്കലിപ്പ. കുഞ്ഞിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഋതു. ഉറക്കം വരെ സേതുവിന്റെയും പല്ലവിയുടെയും കൂടെയാണ് കുഞ്ഞ്. സേതുവിന്റെ പല്ലുവിടെ നടുക്കെടുത്തിയാണ് അവര് കുഞ്ഞിനെ ഉറക്കുന്നത്. അല്ലാതെ ഋതു ഒരിക്കൽ പോലും കുഞ്ഞിനെ എടുക്കുകയോ അതിനെ താലോലിക്കുകയോ അതിന് പാലോട്ടുവോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഋതു എന്താണെങ്കിലും ഇനി കുഞ്ഞിനെ മൈൻഡ് ചെയ്യില്ലെന്നുള്ള കാര്യം പല്ലവിക്ക് മനസ്സിലായി. കാരണം മാനസിക നില തകർന്നോളെ പോലെയാണ് അവൾ ഓരോ ചേഷ്ടകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും ഇന്ദ്രന്റെ ദേഷ്യമായി. അങ്ങനെ ഒരു ദിവസം ഇന്ദ്രനും ഋതുവും കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇന്ദ്രൻ പറഞ്ഞു, എനിക്കറിയാടി നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. ഇത്ര ഇല്ലാത്ത കുഞ്ഞിനെ പാല് കൊടുക്കാൻ പോലും സമ്മതിക്കാത്തോളല്ലേടി നീ, എന്നിട്ടാണ്ട് നീ എന്നോട് പറയണമെന്ന് ചോദിച്ചോണ്ട് ഋതുവിന് നേരെ തിരിഞ്ഞു. ഋതുവിന് സഹിച്ചില്ല. ഋതു എന്നിട്ട് ഇന്ദ്രന്റെ കഴുത്തിനോട് കുത്തിപ്പിടിക്കുകയാണ്. എന്താടാ നീ പറഞ്ഞേ, എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നീ സന്തോഷിക്കുന്നോ? അങ്ങനെ നീ സന്തോഷിക്കണ്ടാ. നിന്റെ കുഞ്ഞാണ് പോലും. നാണമുണ്ടോടാ നിനക്കത് പറയാനായിട്ട്? എന്ത് അധികാരത്തിന്റെ അവകാശത്തിന്റെയും പേരിലാടാ നീ ഇത് പറയണത്? ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് ഞാൻ ശ്രമിച്ചേ, പക്ഷെ ആ കുഞ്ഞ് ചത്തില്ല. എന്നിട്ട് ഇനിയിപ്പോ ഞാൻ ആ കുഞ്ഞിനെ എടുത്തു വെച്ച് കൊഞ്ചിക്കണല്ലേ? നിന്റെ വിഷവത്തല്ലേടാ അത്. എനിക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല. അതിന്റെ ആ കീക്കി എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, നിനക്ക് നട്ട ഭ്രാന്ത, നിന്റെ കൊണ്ട് ചെങ്ങലക്കിടണമെന്ന് പറഞ്ഞു. അതേടാ എനിക്ക് ഭ്രാന്ത. നിന്നെ കൊന്നാലും ആ ഭ്രാന്ത് മാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കഴുത്തിന് പിടിച്ച് വെക്കുമ്പോഴത്തേനും ഇന്ദ്ര കൈയൊക്കെ തട്ടി മാറ്റുന്നുണ്ട്. പക്ഷെ ഋതുവിന് ഭ്രാന്ത് എടുത്ത പോലെയായിരുന്നു. ഋതുവിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം വരുന്നത്. ഋതു പിന്നീട് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. ആ കുഞ്ഞുള്ളിടത്തോളം കാലം തനിക്കൊരു സ്വസ്ഥതയെ സമാധാനം ഈ വീട്ടിൽ കിട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പൂർണ്ണിമയാണെങ്കിലും അച്ചുവൊക്കെ ആണെങ്കിലും ഋതുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എപ്പോൾ നോക്കിയാലും പല്ലവി തന്നെയാണ് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവര് കാണുന്ന കാഴ്ചയാണല്ലോ. കാരണം ഡോക്ടറോട് പല്ലവിയാണ് ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയോളാം ഡോക്ടറെ, കുഞ്ഞിനൊരു പോറല് പോലും സംഭവിക്കില്ല. ഡോക്ടർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് നോക്കാന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന പറഞ്ഞത്. കുഞ്ഞിന് പാല് കൊടുക്കുന്നില്ല, കുഞ്ഞിനെ നോക്കുന്നില്ല ഋതു എന്നും പറഞ്ഞിട്ട് അത് വേണ്ടാന്നും പറഞ്ഞിട്ടാണ് പല്ലവി സേതുവും കൂടെ
അവിടുന്ന് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് വരുന്നേ. അപ്പൊ ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു പോറൽ പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി സേതുവിനും പല്ലവിയൊക്കെ പിടിക്കത്തുള്ളൂ. അല്ലെങ്കിലും പല്ലവിക്ക് കുഞ്ഞെന്ന് വെച്ച ജീവനായിരുന്നു. കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ പല്ലവി പിന്നെ എല്ലാം മറക്കും. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോഴത്തേനും പല്ലവിയുടെ മനസ്സിൽ ഒരമ്മ താനൊരു അമ്മയാന്നുള്ള ചിന്ത വരുവാണ്. പ്രസവിക്കണം എന്നില്ലല്ലോ അമ്മയാവണമെങ്കിൽ. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. എത്ര വലിയ കരച്ചിലാണെങ്കിലും ശരി, പല്ലവി ഒന്ന് എടുത്താൽ മതി. പല്ലവിയുടെ ആ ഒരു പല്ലവിയുടെ ആ ഒരു സ്നേഹം കിട്ടിക്കഴിയുമ്പോഴത്തേനും കുഞ്ഞിന് മനസ്സിലാവുകയും ചെയ്തത്. ആ കൈയുടെ ചൂട് കിട്ടിക്കഴിയുമ്പോഴത്തേനും തൻ്റെ അമ്മയാണ് എടുക്കുന്നതെന്നുള്ള രീതിയിലാണ് കുഞ്ഞ് കരച്ചിലൊക്കെ നിർത്തുന്നത്. അങ്ങനെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞുപോയി. പിന്നീട് ഋതു എന്ത് ചെയ്തു? ഒരു ദിവസം രാത്രിയായി. എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. സേതുവും പല്ലവിയൊക്കെ നല്ല ഉറക്കമാണ്. ആ സമയത്ത് കുഞ്ഞ് അവരുടെ നടുക്ക് തന്നെയുണ്ട്. കുഞ്ഞ് നല്ല ഉറക്കത്തിന്റെ സമയമാണ്. ഋതു പതുക്കെ എന്ത് ചെയ്തു? പോയി കുഞ്ഞിനെ എടുക്കുവാണ്. അപ്പൊ അവരൊന്നും ഉണരാതെ പതുക്കെ കുഞ്ഞിനെ എടുത്തു. അപ്പൊ കുഞ്ഞ് ഉറക്കത്തിലായതുകൊണ്ട് കുഞ്ഞ് കരഞ്ഞതുമില്ല. അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഋതു നേരെ പുറത്തേക്ക് പോവുകയാണ്. ഈ കുഞ്ഞിനെ കൊണ്ടേ കളയണം, എവിടെയെങ്കിലും കൊണ്ടേ കളയണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നേ. അങ്ങനെ നല്ല രാത്രി സമയല്ലേ, കുഞ്ഞിനെ കൊണ്ടുപോയി ഒരിടത്ത് ഉപേക്ഷിച്ചിട്ട് ഋതു അവിടുന്ന് പോവാണ്. ഈ സമയത്ത് അവിടെ ഭിക്ഷ അയച്ചുകൊണ്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു പ്രായം ചെന്നവര്. അവരെന്ത് ചെയ്തു? അവരിങ്ങനെ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പത്തിനും അവിടെ ഒരു കുഞ്ഞ് കിടന്ന് കരയുന്നു. അവരാ കുഞ്ഞിനെ പോയി എടുക്കുവാണ്. ഋതു ഒന്നും അറിയത്തില്ലാത്ത മട്ടി വീട്ടിലേക്ക് തിരികെ പോരുകയും ചെയ്തു. ഒന്നും അറിയി കഴിഞ്ഞു കഴിഞ്ഞപ്പത്തിനും പല്ലവി കുഞ്ഞിനെ നോക്കി കഴിഞ്ഞപ്പോ കുഞ്ഞിനെ കാണുന്നില്ല. സേതുവേട്ട, കുഞ്ഞെന്തേന്ന് ചോദിച്ചു. കുഞ്ഞിവിടെ ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞിനെ കാണുന്നില്ല. ഇനിയിപ്പോ ഇന്ദ്രനെങ്ങാനും എടുത്തോണ്ട് പോയോ? അറിയില്ല, നോക്കാന്ന് പറഞ്ഞു. ഋതു എന്താളും എടുത്തോണ്ട് പോകത്തില്ലെന്നറിയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇന്ദ്രന്റെ അടുത്തേക്ക് ഇന്ദ്രന്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, കുഞ്ഞെന്തേടാന്ന് ചോദിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഋതുവിനോട് ചോദിച്ചപ്പോ ഋതു പറഞ്ഞു, എനിക്കറിയില്ല കുഞ്ഞിനെ കുറിച്ച്, ഞാൻ കുഞ്ഞിനെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഋതു പറഞ്ഞു, മിക്കവാറും ഇവനായിരിക്കും, ഇവൻ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടേ കളഞ്ഞു കാണൂന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതും സേതു ഇന്ദ്രനെ നേരെ തിരിഞ്ഞു. സത്യം പറയടാ, കുഞ്ഞിനെ എവിടെ കൊണ്ടേ കളഞ്ഞേ? ഇത് സേതു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സേതു ഇന്ദ്രനെ തല്ലുവാണ്. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, സേതുവേട്ട, ഇനി ഇവിടെ കിടന്ന് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കുഞ്ഞെവിടെയെന്ന് അറിയില്ല. കുഞ്ഞിനെ ആരെങ്കിലും ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോവാതെ കുഞ്ഞടുത്ത് പോകത്തില്ല. കാരണം തനിച്ച് നടന്നു പോകുന്ന പ്രായത്തിലുള്ള കുഞ്ഞല്ലല്ലോ. കുഞ്ഞിന് മാസം പോലും തികയാതെ ഉണ്ടായ കുഞ്ഞാണ്. അതിനുള്ള ഇതായിട്ടുമില്ല. അപ്പൊ ആരോ മനഃപൂർവ്വം ആ കുഞ്ഞിന് ഇവിടുന്ന് മാറ്റിയതാന്നുള്ള കാര്യം മനസ്സിലായി. ഋതുവാണെ സമ്മതിക്കുന്നുമില്ല. ഒടുവില് ഇന്ദ്രനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട്. സത്യം പറയടാന്ന് പറഞ്ഞ്. പക്ഷെ ഇന്ദ്രനൊന്നും അറിയില്ലല്ലോ. അത്ര അടി കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞ്, എനിക്കൊന്നും അറിയില്ല എന്നാ പറഞ്ഞ്. ഒടുവില് സേതുവും പല്ലവിയും കൂടെ കുഞ്ഞിനെ അന്വേഷിച്ച് ഇറങ്ങുവാണ്. ഈ സമയത്ത് പൂർണ്ണിമയൊന്നും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും തുടക്കം മുതലേ കുഞ്ഞിന്റെ കാര്യത്തിലൊന്നും അവർക്ക് അത്ര ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. കാരണം സേതുവും പല്ലവിയാണ് എല്ലാത്തിനും മുൻകൈ എടുത്ത് നിൽക്കുന്നേ. പൂർണിമ നോക്കൂന്ന് പറഞ്ഞാൽ നോക്കും, അത്രയ്ക്കേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. അങ്ങനെ ഒടുവിൽ അന്വേഷിച്ചിറങ്ങിയിട്ട് കുഞ്ഞിനെ കുറിച്ചൊരു വിവരം കിട്ടില്ല. ഒടുവിൽ അവര് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കണ്ടെത്തണം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞിനെ കണ്ടെത്തും കുഞ്ഞിനെ കിട്ടുമെന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് അതിന് മുതിരുന്നത്. ഒടുവിൽ അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുകയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു. അപ്പോഴേക്ക് ഏകദേശം നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് തകർന്ന മനസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന സമയത്ത് പല്ലവി പറഞ്ഞു, സേതുവേട്ട, നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം, വെറുതെ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നില്ല, എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് തന്നെ പല്ലവി ഉറപ്പിച്ചു പറഞ്ഞു. എനിക്ക് കുഞ്ഞില്ലാതെ പോകാൻ പറ്റില്ല, കാരണം പെറ്റമ്മയ്ക്കില്ലാത്ത വേദനയാണ് പല്ലവിക്ക്. കാരണം പല്ലവിയാണ് അതിനെ നോക്കുന്ന മുഴുവനും. ഒടുവിൽ സേതു പറഞ്ഞു, ആട്ടേന്ന് പറഞ്ഞു. അങ്ങനെ അവർ നടക്കുന്ന സമയത്താണ് ആ പ്രായമായ ഭിക്ഷ അയച്ചുകൊണ്ട് ആ സ്ത്രീ അല്ലൂടെ വരുന്നേ. അവരുടെ തോളത്ത് വലിയൊരു പാണ്ടക്കെട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അവരിങ്ങനെ നെഞ്ചോട് ചേർത്ത് ആ പാണ്ടക്കെട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പല്ലവി സേതുവിനോട് പറഞ്ഞു, സേതുവേട്ട, അവരെ ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. എന്താ? കണ്ടോ, അവരുടെ പാണ്ടക്കെട്ടിനകത്ത് അത് തുണിയാന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. എന്താ പല്ലവി, എന്താ കാര്യം എന്താ? നമുക്ക് അവരോടൊന്ന് ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ അടുത്ത് നിന്ന് അവരോട് ചോദിച്ചു, അതെ, ഇവിടെ എങ്ങാനും ഒരു കുഞ്ഞിനെ എങ്ങാനും രാത്രി കണ്ടോ? ഒരു കുഞ്ഞിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? കാരണം അവര് റോഡിലൊക്കെ കിടന്ന് ഉറങ്ങുന്നല്ലേ. അപ്പത്തേനും അവര് പറഞ്ഞു, ഇല്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്തും അവരുടെ മുഖത്തെ പെപ്രാളവും കാര്യങ്ങളും ഒക്കെ പല്ലവി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ സമയം
പല്ലവിക്ക് തൻ്റെ കുഞ്ഞവിടെ ഉണ്ടെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. തൻ്റെ കുഞ്ഞിവിടെ ഉള്ളതുപോലെ ഒരു തോന്നല്. പെട്ടെന്ന് പല്ലവി സേതുവിനോട് പറഞ്ഞു, സേതുവേട്ട, എൻ്റെ കുഞ്ഞിവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരവരുടെ ഭാണ്ഡക്കെട്ട് അവര് അവിടെ ദേഹത്തേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയത്ത് പല്ലവിക്ക് തോന്നി അതിനകത്ത് അനങ്ങുന്നുള്ള പോലെ അനക്കുള്ള പോലെ തോന്നുകയാണ്. പെട്ടെന്ന് പല്ലവി വെച്ചു, ഇതിനകത്ത് എന്താന്ന് ചോദിച്ചു. ഇതെന്റെ തുണികളാന്ന് പറഞ്ഞു. ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞു. അവര് കാണിക്കാൻ കൂട്ടാക്കില്ല. പല്ലവി ബലമായിട്ട് പിടിച്ച് അത് വന്ന് നോക്കുമ്പോഴത്തേനും കുഞ്ഞ് ഋതുവിന്റെ കുഞ്ഞ് അതിനകത്ത് ആ പാണ്ടക്കെട്ടിനകത്ത്. പെട്ടെന്ന് പല്ലവി കുഞ്ഞിനെ കോരി എടുക്കുകയാണ്. കോരി എടുത്തിട്ട് അവരോട് ദേഷ്യപ്പെടുകയാണ്. സത്യം പറ, നീക്ക് എങ്ങനെ കുഞ്ഞിനെ കിട്ടിയത്? ഇപ്പം ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവരാ കാര്യങ്ങൾ പറയണേ. എനിക്കൊന്നും അറിയില്ല. എനിക്കിവിടെ കിടന്ന് കിട്ടിയതാ ഈ കുഞ്ഞിനെ. കരച്ചിൽ കിട്ടി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഈ കുഞ്ഞിനെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞു. സേതുവിനും പല്ലവിക്കും മനസ്സിലായി, ഒന്നെങ്കിൽ ഋതുവായിരിക്കും ഇതിനെ ഇവിടെ കൊണ്ടേ കെടുത്തിട്ടുണ്ടായിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലായി. എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞിന്റെ ജീവൻ തിരികെ കിട്ടിയില്ലോ, കുഞ്ഞിനെ കിട്ടിയില്ലോ എന്നൊരു സന്തോഷത്തിലായിരുന്നു അവര് തിരികെ വീട്ടിലേക്ക് വരുന്നത്. എന്താണെങ്കിലും ഋതുവിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായി. ഇനി ഋതു ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഋതുവിനിട്ട് പണി കൊടുക്കുന്നുണ്ട് സേതുവും പല്ലവിയൊക്കെ ചേർന്നിട്ട്. കാരണം ഇനി ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.